കൺസീലറിൻ്റെ റിവ്യൂ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയാണെന്നുള്ളൊരു ഡെമോ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. LA Girl Pro കൺസീലർ ഹൈ ഡെഫിനിഷൻ കൺസീലർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസീലറിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ബ്രഷും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കണ്ണിന് താഴേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ആ ഒരു രീതിയിൽ ഒരു ബ്രഷും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസീലറിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ഓറഞ്ച് കറക്റ്റർ, ഗ്രീൻ കറക്റ്റർ, യെല്ലോ കറക്റ്റർ അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോണുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലും ഈ ഒരു കൺസീലറിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, സാധാ ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇതൊരു ആഷ് കളറായിട്ട് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്നു, കുറച്ചൊന്ന് ബ്രൈറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കറക്റ്റർ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ സ്കിന്നിൽ ചെറുതായിട്ടൊരു ഡിസ്കളറേഷനോ അല്ലെങ്കിൽ പാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതൊന്ന് ഹൈഡ് ചെയ്യണം എന്നാൽ നാച്ചുറൽ ലുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്ന അതേ ഒരു ഷെയ്ഡ് കൺസീലർ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഷെയ്ഡ് ചൂസ് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ്, ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ കൺസീലർ ഇട്ടു അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടു എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസീലർ മാത്രമായിട്ട് നിങ്ങളുടെ പാടൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഹെവിനെസ് ഫീൽ ചെയ്യില്ല. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ഭയങ്കര ഹൈ കവറേജ് തരുന്നില്ല, പക്ഷെ ഒരു മീഡിയം കവറേജ് എന്നാൽ ഒരു നാച്ചുറൽ ലുക്കും തരുന്ന ഒരു കൺസീലറാണ്. അപ്പോൾ ചെറുതായിട്ട് ഹൈഡ് ചെയ്യണം പാടൊക്കെ, എന്നാൽ ഒരു നാച്ചുറൽ ലുക്ക് തോന്നണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കൺസീലറാണ്. അപ്പോൾ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു യെല്ലോ കറക്റ്റർ നമ്മുടെ പാടൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡള്ളായിട്ടുള്ള സ്കിന്നൊന്ന് മാറ്റിയിട്ട് കുറച്ച് ബ്രൈറ്റ്നസ് ഉള്ള സ്കിന്നാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ബ്രൈറ്റ്നസ് മാത്രമേ തരത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഫൗണ്ടേഷൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ അപ്ലൈ ചെയ്താലും എന്താ പറയുക യെല്ലോ കളർ അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായിട്ട് ആ ഒരു നമ്മുടെ സ്കിൻ കളറിന് ചേരുന്ന രീതിയിലൊരു ബ്രൈറ്റ്നസ് മാത്രമേ തരത്തുള്ളൂ. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ അത്യാവശ്യം നല്ല പാടും നന്നായിട്ട് തന്നെ ഈ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്കൊരു 1 സെക്കൻഡ് 2 സെക്കൻഡ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കവറേജ് കിട്ടും. നന്നായിട്ട് കൈ വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ റെഡ്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈഡാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കൺസീലർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫുൾ നമ്മുടെ ഫേസിലൊരു മാസ്ക് ഇട്ട പോലെ കവർ ചെയ്ത് നിൽക്കുന്നില്ല, ഒരു നാച്ചുറൽ ഫിനിഷിൽ തന്നെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കൺസീലർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൺസീലർ മാത്രമായിട്ടാണ് യൂസ് ചെയ്യാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കൺസീലറാണ്. ഒട്ടും തന്നെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നത്തില്ല, ഭയങ്കര നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു കൺസീലറാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു കൺസീലർ 8 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 670 690 ഒക്കെയാണ് പ്രൈസ്. നിങ്ങൾക്ക് ഓഫറിൽ 412 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.